പഞ്ചകോശ പദ്ധതിയും പഞ്ചപതി എന്ന് പറയുന്ന നമ്മുടെ ഒരു വിദ്യ നേടി എന്ന് പറയുന്നതിലും 5 തലമുണ്ട്. ഒന്ന് അതിൻ്റെ ഏറ്റവും പ്രാഥമിക തലം അറിഞ്ഞു, അതീതി എന്നാണ് പറയുന്നത്. ഒരു ഇൻഫർമേഷൻ, നോളജ് വായിച്ചിട്ടോ കേട്ടിട്ടോ കണ്ടിട്ടോ ഇങ്ങനെ ഒരു അറിവുണ്ടായി. ആ അറിവിനെ പിന്നെ ബോധ്യമാക്കണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, കൺവിൻസ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് കുറേ പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയാണ് ചോദ്യം ചോദിക്കുന്നത്, എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്, പല രീതിയിലും തർക്കിക്കുന്നത്. അങ്ങനെ അനുഭവത്തിലൂടെ അത് ബോധ്യപ്പെടണം. അറിവിൽ നിന്നും ബോധ്യത്തിലേക്ക് എത്തണം. ഈ അറിവിൽ നിന്നും ബോധ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക് നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കില്ല. അതിനെ നമ്മൾ നിരവധി പ്രാവശ്യം അഭ്യസിക്കണം. ആദ്യത്തെ തലമൊന്നും അഭ്യസിച്ചത് നമ്മൾ നമ്മുടെ കരഗതമാക്കണം ആ അറിവ്. ആ അഭ്യാസത്തിലാണ് ഇപ്പോൾ നമ്മുടെ പാണ്ഡവന്മാരും കൗരവന്മാരും ഒരേ ഗുരുവിൻ്റെ കീഴിലാണ് വിദ്യ അഭ്യസിച്ചു. പക്ഷേ ഈ അഭ്യാസം എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള രണ്ടുപേരുടെയും മനസ്സിൽ വേറെയായിരുന്നു, അല്ലേ? ധർമ്മപുത്രരുടെ മനസ്സിലെ ചിന്തയല്ല ദുര്യോധൻ്റെ മനസ്സിൽ. രണ്ടുപേർക്കും ഒരേ വിദ്യയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിദ്യയെ അഭ്യസിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട, എവിടെ അഭ്യസിക്കണം, അഭ്യസന രീതി. അതിനുശേഷം ഈ വിദ്യയെ എവിടെ പ്രയോഗിക്കണം, അപ്ലിക്കേഷൻ ഇൻ ദ റിയൽ സിറ്റുവേഷൻ, റിയൽ ലൈഫിൽ. ഈ അപ്ലിക്കേഷൻ ടു ദ റിയൽ ലൈഫാണ് ഈ ധാർമ്മിക ബോധത്തിൻ്റെയൊക്കെ പ്രധാനമായ കാര്യം. ഇവിടെ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നമുക്ക് കിട്ടിയ അറിവിനെ നമ്മൾ വീണ്ടും വലുതാക്കണം. അപ്പോഴാണ് അതിന് പ്രസാർ എന്നാണ് നമ്മുടെ ഭാരതീയ ചിന്തയിൽ. അപ്പോൾ അതീതി, ബോധ്, അഭ്യാസ്, പ്രയോഗ്, പ്രസാർ. പ്രസരിപ്പിക്കണം, ഈ വിദ്യയെ പ്രസരിപ്പിക്കണം. അപ്പോഴാണ് ഒരു വിദ്യാർത്ഥി വളർന്ന് വീണ്ടും അധ്യാപകനാകുന്നതാവാം, ഗവേഷകനാകുന്നതാകാം. നമ്മൾ ഏതുവരെ നമ്മൾ ഒരു വിഷയത്തിൽ ആർജിച്ചു. ഇപ്പോൾ നമ്മളൊരു MBBS പഠിച്ചു, അതിൽ വിവിധ രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, അതിൻ്റെ ചികിത്സയെക്കുറിച്ച് പഠിക്കുന്നു. പക്ഷേ ആ കുട്ടിയുടെ മനസ്സിൽ അദ്ദേഹം പഠിച്ച കാര്യം മാത്രം പോരാ, അയാളുടെ എക്സ്പീരിയൻസ് കൊണ്ട് അയാൾ ചുറ്റും കാണുന്ന ഒരു കാര്യത്തിലേക്ക് എൻ്റെ അറിവ് ഇതിലേതിന് പരിഹാരമായിട്ട് എനിക്ക് വളർത്താം എന്ന ചിന്തയിലൂടെ പോകുമ്പോൾ മാത്രമാണ് ഭാരതത്തിൽ വിദ്യ പൂർണ്ണമാകുന്നത്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം ഭാരതത്തിൽ ഇന്ന് എല്ലാവരും പറയുന്നതാണെങ്കിലും ഒരു ലൈഫ് ലോങ് ആണ്. അവസാനം വരെ വിദ്യ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആചാര്യാത് പാദമാദത്തെ. പാദം മാത്രമാണ് ആചാര്യം എന്നുള്ളത്. അവസാനം എന്താണ്? പാദം കാലക്രമേണജ എന്ന് പറഞ്ഞാൽ അയാളുടെ ലൈഫിലൂടെയാണ് പൂർണ്ണതയിലെത്തുന്നത്. അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിൽ നിന്നും സ്വാർജിതമായുള്ളൊക്കെ ജ്ഞാനത്തിലൂടെയാണ് വിദ്യ പൂർത്തീകരിക്കുന്നത്. ഈ കാര്യങ്ങൾ ഒക്കെ നമുക്ക് എങ്ങനെ പുതിയ സംവിധാനത്തിൽ ഉൾപ്പെടുത്താമെന്നതിനുള്ള ഒരു വലിയ ഫ്രെയിം വർക്കാണ് പുതിയ പദ്ധതി. ഇത് രണ്ടുമുണ്ട്. മോഡേൺ പദ്ധതിക്കുള്ളിലേക്കാണ് ഈ ഭാരതീയ ചിന്തകളെ ഒരു രീതിയിൽ പറഞ്ഞാൽ എംബഡ് ചെയ്യുന്നത്.